നമ്മുടെ പ്രോഗ്രാമിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് തരം കലാപരിപാടികളാണ് ഇന്ന് ഇവിടെ അരങ്ങേറാൻ പോകുന്നത്. അതിനകത്ത് എന്തൊക്കെയാണ് ഇതാരാ എന്താ സംഭവം? അതെ ഞാൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞു, ഞാൻ ഇവിടെ നിന്നോളാം. അല്ല, ഇവിടെ നിൽക്കാൻ പറ്റില്ല അങ്ങനെ. നമ്മൾ ആങ്കർ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇപ്പൊ ശരിക്കും ഷൂട്ട് നടക്കായിരുന്നു. അയ്യോ, ആ ക്യാമറ ഓണാ, എല്ലാം ഓണാ. എന്താ സംഭവം? എന്താ നിങ്ങൾ എന്തിനാ വന്നേ? കല്യാണം വിളിക്കാൻ വന്നായിരുന്നു ചേട്ടാ. കല്യാണം വിളിക്കാനൊക്കെ ഇങ്ങനെയാണോ വരുന്നത്? അല്ലെങ്കിൽ തന്നെ തിരക്കായിട്ടാ, ഫുൾ ബിസിയാ. ആണോ? ഒരു 2-3 മാസത്തേക്ക് ഡേറ്റേ ഇല്ല. പല ചാനലിൽ പ്രോഗ്രാം, പിന്നെ TV ഷോസ്, അങ്ങനെ ഒരുപാട്, പിന്നെ ഈ സ്റ്റേജ് ഷോസ്, ഒരുപാട് തിരക്കാ. ആർക്ക്? എനിക്ക്. ഇനി ഇയാളാരെ കല്യാണം വിളിക്കാൻ വന്നേ? ഞാനീ പെങ്കൊച്ചിനെ വിളിക്കാൻ വന്നേ. ഞാൻ കൊറേ നേരമായിട്ട് ഞാൻ ഇവിടെ ഓഡിയൻസിനെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. തള്ളു സഹിക്കാൻ പറ്റണല്ലോ അല്ലേ? അല്ലെന്നേ, നിങ്ങൾ സിനിമ നടിയല്ലേ? അതെ അല്ലേ? അതെ. ഈ സൈസ് ടീമിന്റെ കൂടെ അഭിനയിക്കാൻ കൊള്ളാവോ? അറ്റ്ലീസ്റ്റ് കുഞ്ചാക്കോവനെങ്കിലൊക്കെ വിളിച്ചത് നിങ്ങൾ കൂടെ നിർത്തണ്ടേ? പറ്റിപ്പോയേട്ടാ. ഞാനാണെങ്കിൽ നിങ്ങൾ പറഞ്ഞത് ഞാൻ നിവിൻ പോളിനെ വിളിച്ച് ഞാൻ നിർത്തിയല്ലോ. ചാനലായിട്ട് എഗ്രിമെന്റ് സൈൻ ചെയ്തു. ഇനിയിപ്പോ എന്താ ചെയ്യാ? അല്ല, ഒരു ആങ്കറിന് പറ്റി എന്തെങ്കിലും ഒരു കോലം ഉണ്ടോ നോക്കി. പരശുരാമന്റെ ഇതാണ് പറയുന്നത്. അല്ല, ഞാൻ പറയട്ടെ, ഇതാണ് പറയുന്നത്. എല്ലാ ചാനലിലും നോക്കിയാലും ഉണ്ടാവും ഫുൾ ടൈം ആങ്കറിങ്. കണ്ടോ, ഒരു കാര്യമില്ല, മൂവിയിൽ അഭിനയിച്ചാലേ സ്റ്റാർ വാല്യൂ ഉള്ളൂ. എന്നെ കണ്ടോ? അല്ല, കലേഷേട്ടൻ ഒരു ഫ്രെയിമിൽ ഞാൻ അവിടെ ഇരിക്കാം. ഞങ്ങൾ തമ്മിൽ നിങ്ങൾ എവിടെയാ സ്ഥലം? അല്ല വേണ്ട. അല്ലല്ലോ, ഒരിക്കൽ കൂടെ ഒന്ന് പറഞ്ഞേക്കന്തേ. ഇതാണ് സ്റ്റാർ വാല്യൂ എന്നൊക്കെ പറയുന്നത്. കണ്ടില്ലേ? അങ്ങോട്ടേക്ക് ഇരുന്നോ. കോട്ടിട്ടിട്ട് വലിയ ഗമയാന്ന് ഓർക്കണം. കോട്ടുമുക്കറിയുടെ കൊണ്ടിരിപ്പുണ്ട് വിയറ്റ്നാം കോളനിയിലെ. ചേട്ടാ, ഇഷ്ടപ്പെട്ടു. എന്നാണ് ഈ കല്യാണം? 25-ാം തീയതി. ഏത്? ഈ 25-ാം തീയതി? അയ്യോ ചേട്ടാ, ഞാൻ അന്ന് ദുബായിലൊരു പ്രോഗ്രാം ഏറ്റുപോയി. സോറി കേട്ടോ. ഇപ്പൊ കലേഷ് ചേട്ടൻ പറഞ്ഞ പോലെ ഞാൻ പറയല്ല, ഒരു എനിക്ക് അത്ര ഏറ്റുപോയൊരു പ്രോഗ്രാം. അയ്യോ, അങ്ങനെ അത് പറയാൻ പറ്റില്ല. വരണം, നിങ്ങൾ വന്നേ പറ്റൂ. അയ്യോ, എന്താ ചെയ്യാ, ഞാൻ അത് നേരത്തെ കമ്മിറ്റ് ചെയ്ത് പോയ പ്രോഗ്രാമാണ്, അതുകൊണ്ടാണ്. അല്ല, കമ്മിറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞാലും വന്നേ പറ്റൂ. ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം. അല്ല, മാക്സിമം ട്രൈ ചെയ്താൽ പോരാ. നിങ്ങൾ വന്നില്ലെങ്കിൽ കല്യാണം മുടങ്ങിപ്പോ. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അതെന്താ മുടങ്ങുന്ന കല്യാണം? കല്യാണം മുടങ്ങുന്നത് എന്നാ? നിങ്ങളിത് അല്ല, ഇതൊന്നും വായിച്ചു. ഇതെന്താ, കല്യാണ പെണ്ണിന് എന്റെ സെയിം പേരാണല്ലോ. അല്ലേ? പേര് മാത്രമല്ല, ആളും ശ്രുതിയുടെ കല്യാണമാണോ? പിന്നല്ലാതെ. ചേട്ടാ, സീരിയസ് ആയിട്ട് പറഞ്ഞാണോ? പിന്നെ ദാമ്പത്യ ജീവിതം തമാശ കളിക്കാനുള്ള പരിപാടിയാണോ? അതാണോ? അല്ല, ചേട്ടൻ എന്ത് പണി കാണിച്ചു? എന്റെ സമ്മതം ചോദിക്കാതല്ലേ എന്റെ പേര് വെച്ചത്? സമ്മതം ചോദിക്കാതെയാണോ പേര്? അതേലോ, ഇപ്പൊ സമ്മതം ചോദിച്ചിരിക്കുന്നു. അതല്ല, എന്റെ ഇഷ്ടം ചോദിച്ചിട്ടില്ലല്ലോ. അത് ഞാൻ ചോദിക്കാനല്ലേ ഞാൻ വന്നത്. അതല്ല, ഞാൻ ചേട്ടനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞു വന്നേ, 1 മാസം സമയമുണ്ടല്ലോ, ആലോചിച്ചിട്ട് പറയാലോ. അല്ല, അതിന് ചേട്ടൻ എന്നോട് ഇഷ്ടമാണെന്ന് എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഇപ്പൊ ഞാൻ അങ്ങോട്ട് ഇഷ്ടമാണെന്ന് ചോദിക്കണം. അങ്ങനെയല്ല, ചോദിച്ചിട്ടില്ലല്ലോ. ഐ ലവ് ഇത് വലിയ പുരുഷായല്ലോ. കുറിച്ചില്ല, കൈ മാത്രം. മുട്ടിന് ചെറിയൊരു തേയ്മാനുണ്ട്, ഒരുപാട് നേരം നിർത്തല്ലേ. കലേഷേട്ടാ, അതെ, ഹലോ. ഞാൻ പറഞ്ഞതൊക്കെ തിരിച്ചെടുത്തു. ഒരു ആവേശത്തിൽ പറഞ്ഞു പോയത്. എന്നോട് ക്ഷമിക്കും പ്ലീസ്. എന്നെ ഇതൊന്ന് ഒന്ന് ഹെൽപ്പ് ചെയ്യോ? അതെ, കൈ തരാമോ? ഹലോ. അതെ, ഇത് ഇങ്ങനെ ആലോചിക്കേണ്ട കാര്യമല്ല കല്യാണം. ഇത് കുട്ടിക്കളിയല്ല. വീട്ടുകാരൊക്കെ അറിഞ്ഞിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. നിങ്ങൾക്ക് പാരന്റ്സ് ഒന്നും ഇല്ല, അച്ഛനും അമ്മയൊന്നും ഇല്ലേ? അച്ഛനമ്മ അവര് വന്ന് ഇവരുടെ അച്ഛനും അമ്മയായിട്ടൊക്കെ സംസാരിക്കണ്ടേ, എന്നാലല്ലേ കല്യാണം നടക്കുള്ളൂ. ഇപ്പൊ എന്താ പ്രശ്നം? അതാണ് ഇവിടെ പ്രശ്നം. നിങ്ങളെ പരിപാടി മോള് പോയിട്ട് വരട്ടെ ചേട്ടൻ. ഓക്കെ, പോയിക്കോ. കൊച്ചിനെ നോക്കിയേക്കണം. ആവശ്യമില്ലാത്ത ഒരു നോട്ടം പോലും നോക്കിയാൽ കണ്ണ് ഞാൻ ചുഴന്നെടുക്കും. ഓക്കെ, പോടാ അവിടുന്ന്. എനിക്ക് വിശ്വാസാ, ധൈര്യമായിട്ട് നിന്നോ. തുടങ്ങാം. ക്ഷമിക്കണം, ഞാനൊരു ആവേശത്തിന് ഇങ്ങനെ പറഞ്ഞു പോയതാ. ഇനി അങ്ങോട്ടേക്ക് അത് വെച്ചിട്ട് എന്റെ അടുത്ത് ബിഹേവ് ചെയ്ത്. എനിക്കൊരു സിനിമ കിട്ടണേ, എന്നിട്ട് വേണം ഇതിനോടൊക്കെ പകരം ചോദിക്കാൻ. അഭിനയിച്ചല്ലോ, പക്ഷെ മനസ്സിലാവുന്ന വേഷത്തിലായിരുന്നില്ലാത്തതുകൊണ്ടല്ലേ. ആ മേക്കപ്പ് മാനെ കാണട്ടെ. യെസ്, അതെ, നമ്മുടെ എപ്പിസോഡിൽ ഇന്നത്തെ സെലിബ്രിറ്റി ഗസ്റ്റിനെ ഇൻവൈറ്റ് ചെയ്യാനുള്ള നേരമായിട്ടുണ്ട്. നമുക്ക് ഇന്ന് ഒരു അടിപൊളി സെലിബ്രിറ്റി ഗസ്റ്റ് ആണ് ഉള്ളത്. ഞാൻ ക്ലൂ തരാൻ, പറയാൻ പറ്റുമോ നോക്കൂ. മലയാളി കുട്ടിയാണ്, കോഴിക്കോടുകാരിയാണ്, പക്ഷെ ജനിച്ചതും വളർന്നതും US-ലാണ്. ആദ്യം അഭിനയിച്ച മൂവി തമിഴ് മൂവിയാണ്, പിന്നെ തെലുങ്കുവിൽ അഭിനയിച്ചു.
ഫസ്റ്റ് മലയാളം മൂവി എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും പറയുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും. ഇനി ഒരു ക്ലൂ കൂടെ തരാം. കലേശ്വരന് എത്ര ക്ലൂ കൊടുത്തിട്ടൊരു കാര്യമില്ല, മനസ്സിലാവില്ല. KL10 എന്ന സിനിമയിലൂടെ ഉണ്ണി മുകുന്ദന്റെ കൂടെ ഒരു എന്താ പറയാ നല്ല താത്തക്കുട്ടിയുടെ വേഷത്തില് ഇപ്പൊ മനസ്സിലായോ? സുന്ദരി. യെസ്, അതെ. ആരാണ്? അതെ, ഞാനും പുലിയാ. അപ്പോൾ ഈ KL10 മുതൽ ഇങ്ങോട്ട് ആ ഒറ്റ സിനിമ കൊണ്ട് തന്നെ നമ്മുടെ മലയാളി പ്രേക്ഷകരുടെ ഹൃദയത്തിൽ ഇടം നേടി. പിന്നീട് അങ്ങോട്ട് ഡാർവിന്റെ പരിണാമം, കുറേ ചിത്രങ്ങൾ. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് നമ്മുടെ ദുൽഖർ സൽമാന്റെ CIA എന്ന അമൽ നീരദ് ചിത്രത്തിലൂടെ ഇപ്പോൾ എന്താ പറയുക തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പ്രേക്ഷകർ ഒരുപാട് നല്ല അഭിപ്രായം നേടി ഓടിക്കൊണ്ടിരിക്കുന്ന ചിത്രത്തിലെ നമ്മുടെ സ്വന്തം നായിക ചാന്ദിനി. നല്ലൊരു സുന്ദരിയുടെ കൂടെ ഒന്ന് സെൽഫി ഒക്കെ എടുക്കണം എന്ന് വിചാരിച്ചതാണ്, എന്നിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പൊ ഞാൻ സുന്ദരിയല്ലേ? ഞാൻ കുറെ ദിവസമായിട്ടുണ്ടല്ലോ എന്റെ കൂടെ ഇതുവരെ സെൽഫി എടുത്തിട്ടില്ലല്ലോ. അത് നേരത്തെ ഇട്ടതല്ലേ, ഇത് പുതിയതല്ലേ? ഓക്കെ, അങ്ങനെ ശരി. സുഖാണോ? സിനിമയിൽ ഒരുപാട് കണ്ടിട്ടുണ്ട്. പിന്നെ ആദ്യത്തെ സിനിമ മുതൽ ഡാർവിന്റെ പരിണാമം, പിന്നെ KL10, പിന്നെ CIA അതിനി കാണാനുണ്ട് കേട്ടോ. സോറി, അതിപ്പം പോയി കാണാൻ പറ്റും. ഇന്ന് വൈകുന്നേരം അതെ, പോവാ തീരുമാനിച്ചു. പിന്നെ പുതിയൊരു ആക്ട്രസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു പൊക്കലൊക്കെ പതിവുള്ളതാണ്. ഇനി അവിടെ സഹിക്കേണ്ടി വരും, അതുകൊണ്ടാണ് ഇപ്പോഴേ ഒന്ന് നിയന്ത്രിച്ചോളൂ. അവിടെ 3 സീറ്റല്ലേ? അതെ അതെ. നടുവിലിരുന്നോ? കുഴപ്പമില്ല. ഇല്ല, നടുവിൽ എന്നെ ഇരുത്തില്ല. ആ റെഡ് സീറ്റില്, ഹോട്ട് സീറ്റിൽ എന്തായാലും അതെ നമ്മുടെ ഗസ്റ്റിന് ഇരുത്തുന്ന സീറ്റാണ്. ഞാനത് 2 പ്രാവശ്യം ഇരുന്നപ്പോ എണീറ്റ് അപ്പുറത്ത് മാറിയിരിക്കാൻ പറഞ്ഞു. ജനിച്ചതും വളർന്നതൊക്കെ US-ലാണല്ലോ? അല്ല, ജനിച്ചത് നാട്ടില്, വളർന്നത് അമേരിക്കയിലാണ്. അവിടെ വെച്ചിട്ട് ഇങ്ങനെ സർക്കസ് ഒക്കെ കണ്ടിട്ടുണ്ടോ? അങ്ങനത്തെ ഓരോ ഇല്ല കണ്ടിട്ടില്ല. ഇല്ല, ഇവിടെ കണ്ടിട്ടുണ്ടോ? നാട്ടില് ബാംഗ്ലൂർ, മൈസൂർ അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പൊ എങ്ങനെ, എന്ത് തോന്നുന്നു നമ്മുടെ ഈ ഒരു സെറ്റിൽ വന്നു കഴിഞ്ഞപ്പോ? നല്ല കളർഫുൾ ആണ്. ലൈക്ക് സെറ്റിന് മേലൊക്കെ എന്തെങ്കിലുമൊക്കെ വെക്കാൻ പറ്റുന്ന പോലത്തെ കാണാം. ഓക്കെ, നമ്മുടെ ഈ ഒരു പ്രോഗ്രാം കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? അധികം കണ്ടിട്ടില്ല, പക്ഷെ കണ്ടിട്ടുണ്ട്. മാജിക് ഇഷ്ടമാണോ? എന്നെ അനിയൻ ചെയ്യാറുണ്ട്. ഓ ബ്രദർ മജീഷ്യൻ ഒന്നല്ല, 12th കഴിഞ്ഞിപ്പോ കോളേജിൽ പോകുന്നു. പക്ഷെ അവൻ ഇരുന്ന് ഇങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കി പഠിച്ച് സ്വന്തം ചെയ്യാറുണ്ട്. അതിൽ ഇൻട്രസ്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇപ്പൊ ലേറ്റസ്റ്റ് നമ്മുടെ തിയേറ്ററിലൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്ന, വളരെ സക്സസ്ഫുൾ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന മൂവിയാണ് CIA. അപ്പോൾ അതിന്റെ വിശേഷങ്ങൾ നമുക്ക് കുറച്ച് ചോദിച്ചറിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ഇരുത്താം അല്ലേ? ആ മൂവിയിൽ ഒരു ജേർണി നിങ്ങൾ കാണിക്കുന്നുണ്ടല്ലോ. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ഷൂട്ടിംഗ് ടൈമിലൊക്കെ ഉള്ള ഒരു എക്സ്പീരിയൻസ്? ജേർണി എന്ന് പറഞ്ഞാൽ അജി, ദുൽഖറിന്റെ ക്യാരക്ടറും എന്റെ ക്യാരക്ടർ പല്ലവി, നമ്മള് US-ലോട്ട് ഇല്ലീഗലി US-ലേക്ക് എൻ്റർ ചെയ്യാൻ നോക്കാണ്. സോ ആ ഒരു ട്രാവൽ ഒറിജിനലി ഈ റെഫ്യൂജീസ് ഒക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് അതുപോലെയാണ് ഷൂട്ട് ചെയ്തത്. മെക്സിക്കോ US-ന്റെ ബോർഡറിന്റെ അടുത്ത് പോയിട്ടാണ് ഷൂട്ട് ചെയ്തത്. ഞാൻ ഐ എം സെറ്റിൽഡ് ഇൻ അമേരിക്ക. സോ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഒരിക്കലും അറിഞ്ഞു വന്നിട്ടില്ല താങ്ക്ഫുള്ളി. പക്ഷെ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ശരിക്കും ആ ബോർഡറിന്റെ അടുത്താണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ശരിക്കും ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന കടക്കാൻ നോക്കുന്ന റെഫ്യൂജീസിനെ കണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ അവരെ പോലീസ് പിടിച്ച് അവരെ അറസ്റ്റ് ചെയ്ത്. ബിക്കോസ് ഇങ്ങനെ ഇല്ലീഗലി പോകാൻ തന്നെ അവിടെ പെട്രോൾസ് ഉണ്ടാവും, അവർ മോണിറ്റർ ചെയ്യുന്നുണ്ടാവും. സോ ഈ മോണിറ്റർ ചെയ്യുന്നതിന്റെ ഇടയിൽ ബ്ലൈൻഡ് സ്പോട്ട്സ് ഉണ്ടാവും, അങ്ങനെയാണ് അവർ കടക്കുന്നത്. അപ്പം അത് ഇംഗ്ലീഷ് മൂവീസിലൊക്കെ അങ്ങനത്തെ ഒരുപാട് സിറ്റുവേഷൻസ് കണ്ടിട്ടുണ്ട്. ആ ഒരു ഇത് അപ്പോൾ അത് US-ൽ ജനിച്ചു വളർന്നിട്ടും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഈ ഒരു മൂവിയിൽ നിന്നാണ് കിട്ടിയത് അല്ലേ? നമ്മൾ ഷൂട്ട് ചെയ്തത് ശരിക്കും US-ലും ബോർഡറിന്റെ അടുത്താണ്. പക്ഷെ ആ ലൊക്കേഷൻസ് കണ്ടാൽ അത് അമേരിക്ക എന്ന് പറയില്ല. അങ്ങനത്തെ ടൈപ്പ് ടെറൈൻസ് ആൻഡ് ലാൻഡ്സ്കേപ്സ് ആണ്. അതെങ്ങനെയാണ് അമൽ സർ കണ്ടുപിടിച്ചതെന്ന് എനിക്കറിയില്ല. ഞാൻ അവിടെ പോയപ്പോൾ അത് US ആയിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷെ ആ എക്സ്പീരിയൻസ് വാസ് റിയലി നൈസ്. നമ്മളെപ്പോഴും കുറച്ച് അവിടെ ഇവിടെയൊക്കെ കട്ട്സും ബ്രൂസസും സിനിമക്ക് വേണ്ടി എന്നെ ടാൻ ചെയ്യിപ്പിച്ചിരുന്നു. എന്നെ വെയിലത്ത് നിന്ന് കറുപ്പിക്കാൻ നോക്കി, പക്ഷെ ഇല്ല അങ്ങനെയല്ല. ഇല്ല ഞാൻ സിനിമക്ക് ആ സാർ പറഞ്ഞ് പോയി നിൽക്കും. പക്ഷെ ഞാൻ പോയി കഴിഞ്ഞിട്ട് അവിടെ ക്ലൈമറ്റ് വൈസ് വെയിൽ ഉണ്ടായിരുന്നില്ല. ഈ സിനിമയുടെ മൊത്തത്തിൽ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു അമൽ സാറിനോട് വർക്ക് ചെയ്യാൻ? കുറേ പഠിക്കാൻ പറ്റി. ലൈക്ക് ടെക്നിക്കലി എന്താ, ഇപ്പോൾ ഓരോ ഷോട്ട് കഴിഞ്ഞിട്ട് മോണിറ്റർ പോയി നോക്കുകയാണെങ്കിൽ ലൈക്ക് ക്യാമറ ആ യൂസ് ചെയ്ത ലെൻസും എന്തെങ്കിലുമൊക്കെ ബി ഡിഫറെൻറ്റ്. സോ ലൈക്ക് സാർ അതെങ്ങനെയാണ് അങ്ങനെ ആക്കിയത്, ഇങ്ങനെ ആക്കിയത്. സോ ആൾക്കാണെങ്കിൽ പറയാനും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. പക്ഷേ ഞാൻ ഇൻട്രസ്റ്റോടെ പോകുമ്പം ഇപ്പോൾ ദുൽഖർ ആണെങ്കിലും ഹീസ് വെരി ഫ്രണ്ട്ലി. അപ്പം കൂടെ വർക്ക് ചെയ്യാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ആൻഡ് ലൈക്ക് ഐ വാസ് ലൈക്ക് ഒരു ഫാമിലി പോലെയായിരുന്നു. ബിക്കോസ് അവിടെ ക്രൂ ആകെ ഒരു 20 മെമ്പേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ, ബിക്കോസ് അബ്രോഡ് ആയതുകൊണ്ട്. സോ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ച് ഇതാക്കി
was fun. ഓക്കെ കലിഷേട്ടാ, നമുക്ക് ഇനിയും ചാന്ദിനിയുടെ കുറെ വിശേഷങ്ങൾ അറിയാനുണ്ട്, CIAയുടെ വിശേഷങ്ങൾ അറിയാനുണ്ട്. പക്ഷെ നമ്മുടെ ഗസ്റ്റിനെ ഇവിടെ ഇങ്ങനെ നിർത്തി സംസാരിപ്പിക്കുന്നത് ശരിയല്ല, അല്ലേ? അത് മാത്രമല്ല വിശേഷങ്ങൾ അറിയാം. ഭരതിനോടൊപ്പം ആദ്യത്തെ സിനിമ തൊട്ടുള്ള അത് വിശേഷങ്ങൾ ഇനി ഒരുപാട് അറിയാനുണ്ട്. അവിടെ പോയിരിക്കുമ്പോൾ അത് സ്റ്റാർട്ട് ചെയ്തോളും. അതിൽ ഞാൻ ഉത്തരവാദിയല്ല. പക്ഷെ നമ്മുടെ പെർഫോമൻസ് ഒക്കെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് അതിലേക്ക് കടന്നാലോ? ഇനി ഒരു പെർഫോമൻസ് ഒക്കെ കണ്ടിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ. അപ്പൊ ഞാനും ചാന്ദിനി അവിടെ ഇരിക്കട്ടെ, ബാക്കി ഇഷ്ടത്തെ പറയോ? ഞാനും വരുന്നുണ്ട്. നമുക്ക് അടുത്ത പെർഫോമൻസ് ഉണ്ട്. ചാന്ദിനി അങ്ങോട്ട് പോയിക്കോളൂ. അപ്പൊ നമ്മുടെ ഹോട്ട് സീറ്റിലേക്ക് ഇരുന്നോളൂ. പെട്ടെന്ന് വരാമേ. ഓക്കെ. ഇന്ന് ഈ വേദിയെ ധന്യമാക്കിക്കൊണ്ട് ഇവിടെ എത്താൻ പോകുന്നത് എൻ്റെ 2 സുഹൃത്തുക്കളാണ്. അതെ, സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ ചെറിയ സുഹൃത്തുക്കളൊന്നും അല്ല, വലിയ സുഹൃത്തുക്കളാണ്. ഒരുപാട് വർഷമായി അവരെ അറിയാം. 2 തവണ എന്റർടൈൻമെന്റ് കെ ലിയെ കുച്ച് ബി കരേഗ എന്ന് പറയുന്ന റിയാലിറ്റി ഷോയിൽ 2 തവണ വിന്നേഴ്സ് ആയിട്ടുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം ഒരു സീസണിൽ അവർ വിന്നറായി. 2ാമത്തെ പ്രാവശ്യം ഈ 5 സീസണിലെയും മികച്ച കലാകാരന്മാരെ ഉൾപ്പെടുത്തിയിട്ട് മറ്റൊരു സൂപ്പർ ഗ്രാൻഡ് ഫിനാലെ നടത്തി. അതിനകത്തും ഈ വരാൻ പോകുന്ന കപ്പിൾസ് ആണ് വിജയികളായത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഏത് റിയാലിറ്റി ഷോയിൽ പോയാലും ഇവരാണ് വിജയികൾ. ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും ടാലന്റഡ് ആയിട്ടുള്ള 2 എന്താ പറയാ സർക്കസ് ആർട്ടിസ്റ്റുകളാണ് ഇവിടെ അടുത്തതായിട്ട് പെർഫോം ചെയ്യാൻ എത്തിയിട്ടുള്ളത്. ഇവരെ കുറിച്ച് പറഞ്ഞാൽ മറ്റൊരു കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ പോയിട്ടില്ലാത്ത രാജ്യങ്ങളില്ല. ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ പോയി ഈവൻ റഷ്യൻ സർക്കസ് ആർട്ടിസ്റ്റുകളുടെ കൂടെ പോലും കിടപിടിച്ച് നിൽക്കുന്ന തരത്തിലുള്ള ഇന്ത്യയുടെ അഭിമാനമായ 2 പേരാണ് വരാൻ പോകുന്നത്. മുകേഷ് ആൻഡ് താനിയ. താനിയ അത്യാവശ്യം മലയാളത്തിൽ സംസാരിക്കും. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തലശ്ശേരിയാണ്. തലശ്ശേരി എന്ന് പറഞ്ഞാൽ 3 സീകളുടെ നാടാണെന്ന് പറയും. ക്രിക്കറ്റ്, കേക്ക്, സർക്കസ്. അതിൽ സർക്കസ് കലാകാരിയായിട്ട് കണ്ണൂരുള്ള ഒരു സർക്കസ് കമ്പനിയിൽ ഒരുപാട് നാൾ വർക്ക് ചെയ്തിരുന്ന ആളാണ് താനിയ. അപ്പൊ താനിയ, സുഖല്ലേ? സുഖാണോ? പറയും മലയാളത്തില്. സുഖം തന്നെ. ഇപ്പോ കുറെ രാജ്യങ്ങളിലൊക്കെ പെർഫോമൻസ് കഴിഞ്ഞില്ലേ? എങ്ങനെയുണ്ടായിരുന്നു യാത്രയൊക്കെ? നല്ലതായിരുന്നു. കുട്ടി സുഖമായിട്ടിരിക്കുന്നോ? എത്ര വയസ്സായി? 1.5. ചെറിയൊരു വാവയുണ്ട്. അപ്പൊ വാവേനെയൊക്കെ അവിടെ ഇരുത്തിയിട്ടാണ് പെർഫോം ചെയ്യാൻ വന്നിട്ടുള്ളത്. അപ്പൊ ഇവരുടെ പെർഫോമൻസ് കാണാം. ഉഗ്രൻ പെർഫോമൻസ് ആണ്, ഗ്യാരണ്ടി ആണ്. ഞാൻ ഗ്യാരണ്ടി, അതുപോലെ ശ്രുതയും ഗ്യാരണ്ടി. നമുക്ക് അടിച്ച് പൊളിക്കാം. അത് കഴിഞ്ഞിട്ട് ബാക്കി ഇവരോട് സംസാരിക്കാം. ഓൾ ദി ബെസ്റ്റ് താനിയ. മുകേഷ്, താങ്ക് യു. सफर मेरा है, तू ही मेरी मंजिल, तेरे बिना गुजारा ऐ दिल है मुश्किल, तू मेरा खुदा, तू ही दुआ में शामिल, तेरे बिना गुजारा ऐ दिल है मुश्किल।
जमीन पे हम सही तो आसमां में आमिल तेरे बिना गुजारा ऐ दिल है मुश्किल। मोहब्बत करना हमारे बस में नहीं, उस मोहब्बत से दूर चले जाना वो हमारे बस में। तू सफर मेरा है तू ही मेरी मंजिल तेरे बिना गुजारा ऐ